Dine with Nalin. Come, be my guest. Heroes! Real heroes! നമസ്കാരം, നിങ്ങളെ നളൻ ഷൈൻ ഇന്ന് സ്നേഹക്കൂട്ടിലാണ്. എന്തിനാണെന്നല്ലേ, നിഷയുടെയും അനുരാജിൻ്റെയും സ്പെഷ്യലി നിഷ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ കഥകൾ കേൾക്കാനും നിഷയ്ക്ക് വൈവിധ്യമായ എൻ്റെ ഒരു റെസിപ്പി കുക്ക് ചെയ്ത് കൊടുക്കാനും ഒരു താങ്ക്സ് ഗിവിങ് എന്ന രീതിയിൽ അതിലൂടെ നമുക്ക് കുറച്ച് യാത്രകൾ, മോട്ടിവേഷൻ എന്ന് പറയാം, ഇൻസ്പിറേഷൻ എന്ന് പറയാം, ഇൻഫ്ലുവൻസ് എന്ന് പറയാം. ലെറ്റ് us ലിസൺ ടു ഹർ ലൈഫ് ടൈം ടെസ്റ്റമെൻറ്റ് ആൻഡ് മീറ്റ് എ ട്രൂ വാരിയർ, നളൻ ഷൈൻ. വെൽക്കം ടു ഡൈൻ വിത്ത് നളൻ. A philanthropist, a great human being, a competent Nisha Snehakuda. She turned a simple name into a profound reality. Snehakuda, the nestle of love, a heaven for the abandoned, the elderly, the forgotten. Once a tailor, stitching to earn her daily bread, today she cares for over 200 senior citizens with love and compassion. By profession, she is a talented fashion designer. By heart, she is a nurturer, a caregiver, and an inspiration. Her contributions have earned her national recognition and many accolades. A role model for the next generation, a true woman entrepreneur who defines resilience and purpose. Today, we share her journey, not just inspiring, but deeply influential. Let's step into the world of Nisha Snehakuda and be moved by her story of love, strength, and humanity. നമസ്കാരം നിഷ. നമസ്കാരം ഷൈൻ ചേട്ടാ. ഒരുപാട് സന്തോഷം. ബേസിക്കലി ഡൈൻ വിത്ത് നളനകത്ത് ഞാൻ ഓരോ വ്യക്തിത്വങ്ങളെയും ഇൻ്റർവ്യൂ ചെയ്ത് അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു താങ്ക്സ് ഗിവിങ് പോലാണ്. ഇപ്പോൾ താങ്ക്സ് ഗിവിങ് കഴിഞ്ഞതേ ഉള്ളൂ, എങ്കിൽ പോലും താങ്കളെ പോലത്തെ ഒരു മനോഹരമായ പേഴ്സണാലിറ്റിയെ പരിചയപ്പെടാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ താങ്കളുടെ ഒരു ബ്രദർ പോലെ ആയിത്തീരാൻ കഴിഞ്ഞതും എൻ്റെ ഒരു ഭാഗ്യമായി കരുതുന്നു. നിഷയ്ക്ക് എന്താണ് പറയാനുള്ളത്? തിരിച്ചും അതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഷൈൻ ചേട്ടനെ പരിചയപ്പെടാൻ ഭാഗ്യം ലഭിച്ചതെന്ന് പറയുന്നു. ഭാഗ്യം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇപ്പം നമുക്ക് ഈ ഒപ്പം ഇരിക്കാൻ പറ്റിയ ഈ ഒരു നിമിഷത്തെ ഒത്തിരി സന്തോഷത്തോടു കൂടി ഓർക്കുന്നു. വളരെ സന്തോഷം ഷൈൻ ചേട്ടൻ. ഇതിനകത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്കൊരു 10 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 10 ക്വസ്റ്റ്യൻസിനകത്ത് പ്രത്യേകിച്ചും എനിക്കൊരു 2.5 ലക്ഷം ഫോളോവേഴ്സ് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ലേഡീസാണുള്ളത്. ഏറ്റവും കൂടുതൽ അതിൽ അമ്മമാർ, പെങ്ങന്മാർ, അതേപോലെ തന്നെ സുഹൃത്തുക്കൾ വരെ എനിക്കൊരു വലിയ സമ്പാദ്യമായിട്ടുണ്ട്. ഇപ്പോൾ വിമൻ എംപവർമെൻറ്റ് എന്ന് പറയുന്നത്, അതായത് ഒരു ലേഡിയുടെ സ്ട്രഗിൾസ്, അല്ലെങ്കിൽ ലേഡിയുടെ ലൈഫ് സ്റ്റൈൽ, ഒരു പ്രത്യേകിച്ചും കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് ഉയർന്നു നിന്നുകൊണ്ട് ബാക്കിയുള്ളവർക്ക് മാതൃകയാവാൻ കഴിയുക വളരെ ചുരുക്കം ചിലർക്ക് മാത്രം പറ്റുന്ന ഒരു ഫൈറ്റാണ്. പക്ഷേ ഇതിനൊരു റെഫറൻസ് ആവണം നിഷ സ്നേഹക്കൂട് എന്നുള്ളതാണ് എൻ്റെ ഒരാഗ്രഹം. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പം നിഷ സ്നേഹക്കൂടിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. എൻ്റെ ചോദ്യം, നിഷ, ഈ നിഷ സ്നേഹക്കൂടിലേക്കുള്ള ഈ യാത്രയിൽ തുടക്കങ്ങൾ എങ്ങനെയായിരുന്നു? ഒരു തയ്യൽക്കാരിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് വന്നതാണ് എൻ്റെ ജീവിതം. 19 വയസ്സിൽ ഒരു ചെറിയ തയ്യൽക്കടയിൽ നിന്നും, തയ്യൽക്കട തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ PMRYയുടെ ഒരു സ്വയം തൊഴിൽ പദ്ധതി പ്രകാരമുള്ള ഒരു ലോൺ, അന്നൊക്കെ സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്പെട്ടിരുന്ന ഒരു ലോണാണ് പ്രധാനമന്ത്രിയുടെ സ്വയം തൊഴിൽ വായ്പ. അങ്ങനെ 50,000 രൂപയുടെ ഒരു ലോൺ എടുത്തിട്ടാണ് ചെറിയൊരു തയ്യൽക്കട സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആ ഒരു ചെറിയ പ്രായത്തിൽ തുടങ്ങിയ ആ ഒരു സ്ഥാപനമാണ്. അത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന് മുമ്പിലായിരുന്നു. അപ്പം എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ചെറിയൊരു വീതം മാറ്റി വെച്ചിട്ട് അമ്പലത്തിൻ്റെ മുൻപിൽ ഇരിക്കുന്നവർക്ക് ആഹാരം മേടിച്ച് കൊടുത്തു തുടങ്ങിയ ഒരു ചെറിയ യാത്രയാണ്. അവിടെ നിന്നാണ്, ഏറ്റുമാനൂരപ്പൻ്റെ മണ്ണിൽ നിന്നാണ് എൻ്റെ തുടക്കം. അങ്ങനെ എന്നെ തേടി ആളുകൾ കൂടുതൽ എത്തിത്തുടങ്ങിയപ്പോഴാണ്, എൻ്റെ വരുമാനത്തിൽ പറ്റാതെ വന്നൊരു സാഹചര്യത്തിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ഫേസ്ബുക്കൊക്കെ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വഴി സ്നേഹക്കൂട് എന്നൊരു ചെറിയ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു.
കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് ഒന്ന് ചേർന്നിട്ട് ചെറിയ ചെറിയ സഹായങ്ങൾ ആളുകൾക്ക് കൊടുത്ത് തുടങ്ങി. അപ്പോൾ സ്വന്തം വരുമാനം കൊണ്ട് 8 വർഷത്തോളം ചെയ്ത് പിന്നീട് നമ്മളെ തേടി ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും എത്തിത്തുടങ്ങിയപ്പോഴാണ് ഈ ഒരു സ്നേഹക്കൂട് എന്ന സോഷ്യൽ മീഡിയ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുന്നത്. ഇത് ഏത് വർഷമായിരുന്നു? ഇത് ശരിക്കും 2013 സ്നേഹക്കൂട് എന്ന സോഷ്യൽ മീഡിയ നമ്മുടെ ഒരു കൂട്ടായ്മ ആരംഭിക്കുന്നത്. മനസ്സിലായി. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു അടിസ്ഥാനപരമായി പ്രധാനമന്ത്രിയുടെ ലോൺ എടുത്ത് തുടങ്ങിയ ഒരു തയ്യക്കാരിയോടാണ് 19ാമത്തെ വയസ്സിൽ ഈ സ്നേഹക്കൂടിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് ഇല്ലിപ്പോൾ നമുക്കൊരു ലോങ്ങിങ്നെസ് ഇല്ലെങ്കിൽ നമുക്കൊരു ബിലോങ്ങിങ്നെസ് തോന്നണമെന്നാണ് പറയുന്നത്. കാരണം നമുക്ക് ഒന്നെങ്കിൽ ഇതിനോടൊരു ബിലോങ്ങിങ്നെസ് തോന്നണം, ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെടുന്നു, നമ്മൾക്ക് ആരുമില്ല, നമ്മൾക്ക് എങ്കിൽ എൻ്റേതായ ഒരു കുടുംബത്തിനെ കെട്ടിപ്പടുത്താം. ഏത് ഘട്ടത്തിലാണ് ഈ ഒരു ഡ്രിഫ്റ്റ് ഉണ്ടാകുന്നത്? ഏത് ഘട്ടത്തിലാണ് ഒരു ചേഞ്ച്? കാരണം താങ്കളുടെ വീട്ടിൽ ഞാൻ നോക്കുമ്പോൾ താങ്കളുടെ അമ്മയുണ്ട്, അനിയത്തിയോ ചേച്ചിയുണ്ട്, കുടുംബാംഗങ്ങളെല്ലാം ഉണ്ട്. അപ്പം എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മാവനുണ്ട്, അമ്മായിയുണ്ട്, ഇവരെ എല്ലാവരെയും ഒരുമിച്ച് പാർപ്പിച്ചുകൊണ്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് നിഷയുടേത്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ അതും 50,000 രൂപയുടെ ലോണും എടുത്ത് തുടങ്ങിയ ഒരു വ്യക്തിത്വത്തിന് എങ്ങനെയാണ് ഈ സാമൂഹിക സേവക ആവാൻ ഒരു തോന്നലുണ്ടായത്? എനിക്ക് തോന്നുന്നു ഈ അനുഭവങ്ങൾ തരുന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഓരോരുത്തരും ഓരോരോ മേഖലയിലേക്ക് തിരിയുന്നെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെയും ജീവിത അനുഭവങ്ങളാണ് എന്നെ ഈ വേറിട്ട വഴി ചിന്തിക്കാനും വേറിട്ട വഴിയെ നടത്താനുമൊക്കെ എനിക്ക് പ്രചോദനമായത്. അപ്പം ഒരു തയ്യൽ മെഷീനിൽ നിന്നും തുടങ്ങി 4-5 തയ്യൽ മെഷീനിലേക്കുള്ള യാത്ര തുടരുകയും എനിക്കൊപ്പം സർവീസ് ചെയ്യാൻ കുറേയധികം ആളുകൾ എത്തുകയും ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേരിടേണ്ടി വന്ന കടുത്ത മാനസിക സംഘർഷങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ എനിക്ക് നേരിടേണ്ടി വന്ന കടുത്ത പട്ടിണികൾ കൊണ്ടും അതിൽ നിന്നുമൊക്കെയാണ് ശരിക്കും തെരുവിലേക്ക് ഇറങ്ങി നടക്കാൻ എനിക്ക് പ്രചോദനമായത്. അപ്പം നമുക്ക് ആഹാരം കിട്ടാതിരുന്ന സമയങ്ങൾ നമുക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട്. നമുക്കൊരു നല്ല വസ്ത്രങ്ങൾ നമുക്ക് ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിട്ടുണ്ട്. ശരിക്കും ഒരു പിറന്നാൾ കേക്ക് പോലും കട്ട് ചെയ്തത് 36ാമത്തെ വയസ്സിലാണ്. ഒരു പിറന്നാൾ കേക്ക് കട്ട് ചെയ്യാനുള്ള ഞാൻ കാണുന്നത് മാസാമാസം സ്നേഹക്കൂട്ടിൽ അച്ഛനമ്മമാരുടെ കേക്ക് നിരത്തി വെച്ച് കട്ട് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു വാശിയാണോ, ഇതൊരു സ്നേഹം കൊണ്ട് തീർക്കുന്ന ഒരു വാശിക്കാരിയാണോ? അതായത് ഈ സ്നേഹക്കൂടെന്നുള്ളത് തന്നെ ദ നെസ്റ്റ് ഓഫ് ലവ് എന്നാണ് പറയുന്നത്. ഈ പേര് തന്നെ എങ്ങനെയാണ് താങ്കൾക്കുണ്ടായത്? സോഷ്യൽ മീഡിയയിലെ ചെറിയൊരു കൂട്ടായ്മയ്ക്കാണ് ഈ സ്നേഹക്കൂട് എന്നുള്ളൊരു പേര് എൻ്റെ മനസ്സിൽ. അപ്പം സ്നേഹമാണല്ലോ ഈ ലോകത്തെല്ലാത്തിനും അപ്പുറം. സ്നേഹമെന്ന ആ ഒരു വികാരത്തിന് അടിമപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പം ആ സ്നേഹത്തിനൊരു പേരെന്നുള്ള രീതിയിലാണ് സ്നേഹത്തിൻ്റെ ഒരു കൂടെന്നുള്ള രീതിയിൽ ഒരു കൂട്ടായ്മയ്ക്ക് സ്നേഹക്കൂടെന്നൊരു ആ ഒരു പേര് പേരിടാൻ. കാരണം ഇപ്പം ഞാൻ ഓരോ വ്യക്തിത്വങ്ങളെ പഠിപ്പം സ്റ്റീവ് ജോബ്സ് ഇല്ലെങ്കിൽ ബിൽ ഗേറ്റ്സ് ഇല്ലെങ്കിൽ ഇപ്പം നമ്മളെ ഗൂഗിളിൻ്റെ കണ്ടുപിടിച്ചാൽ അതൊക്കെ രാത്രി 2 മണിക്ക് ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ് സുഹൃത്തിനെ വിളിച്ച് നമ്മൾ ഇതിന് ഗൂഗിളിൽ നിന്ന് പേരിടും. ഇത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആയിരിക്കും. ഈ ഏത് മുഹൂർത്തത്തിലാണ് സ്നേഹം കൂടുതൽ? ഇത് ശരിക്കും അന്ന് അതിനുള്ളൊരു ബുദ്ധിയൊന്നും സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അറിവില്ലായ്മയിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സ്നേഹക്കൂട് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 19 വയസ്സിലല്ല. എൻ്റെ കടയാണ് 19 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തത്. ഏത് പ്രായത്തിലാണ് നമുക്ക് സ്നേഹക്കൂട്ടിലെത്തിയത്? 36ാമത്തെ വയസ്സിലാണ്. 36ാമത്തെ വയസ്സിലാണ് 35ാമത്തെ വയസ്സിലാണ് സ്നേഹക്കൂട്ടിലേക്ക് എത്തുന്നത്. ഏകദേശം ഒരു 10-15 കൊല്ലം എടുത്തു. തീർച്ചയായിട്ടും. എൻ്റെ ചോദ്യം, ഈ സ്ട്രഗിളുകളിൽ ഒറ്റയ്ക്കായിരുന്നു? തീർച്ചയായിട്ടും. ആദ്യത്തെ ആ ഒരു ഈ പറഞ്ഞ ഒരു 36-37 വയസ്സ് വരെ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലേക്കുള്ള എൻ്റെ യാത്ര. പക്ഷേ എന്നെ സഹായിച്ച കുറേയധികം എനിക്കൊപ്പം സുഹൃത്തുക്കളുണ്ടായിരുന്നു. നമ്മൾ ദൈവത്തെ ഞാനൊരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല. എനിക്ക് സഹായിക്കാൻ എൻ്റെ മുന്നിൽ എത്തുന്നവരാണ് ശരിക്കും എൻ്റെ ദൈവങ്ങൾ. അപ്പം അതുപോലെ ദൈവങ്ങളെപ്പോലെ എനിക്കൊപ്പം ചേർന്ന കുറേയധികം ആളുകളുടെ ഒരു കൂട്ടം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് കൊണ്ടാണ് കുറേയധികം ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാനും കുറേയധികം പെൺകുട്ടികളുടെ വിവാഹങ്ങൾ നടത്താനും ഒക്കെ. ഇതൊക്കെ ഏത് വർഷങ്ങളിലാണ്? കാരണം എനിക്കറിയാവുന്ന നിഷ സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല. അപ്പോൾ പലരെയും താമസിപ്പിക്കാൻ വാടകയ്ക്ക് വീടെടുത്ത് അതിനോടൊപ്പം താമസിക്കുന്ന ഒരു നിഷയാണ് എനിക്കറിയാവുന്നത്. റീസെൻ്റ്ലി ആണ് ഒരു ചെറിയ വീടിന് തറക്കല്ലിട്ട് എന്തോ തട്ടിക്കൂട്ടാനുള്ള പരിപാടിയായിട്ട് നിൽക്കുന്നത്. കാരണം വാടക കൊടുക്കാൻ വയ്യാത്തതുകൊണ്ട്. എൻ്റെ ചോദ്യം, സ്വന്തമായിട്ട് കഴിഞ്ഞ ഈ 10-19 വയസ്സോട്ട് 10-15 കൊല്ലം ഇല്ലേ 10-20 കൊല്ലം ബേസിക്കലി സ്വന്തമായിട്ട് വീട് പോലും വയ്ക്കാതെ ഈ കളക്ട് ചെയ്ത് വരുന്ന ഫണ്ടുകൾ ഇല്ലെങ്കിൽ ലോൺ എടുക്കുന്ന ഫണ്ടുകൾ ഇതെല്ലാം വെച്ചിട്ട് ആരെങ്കിലും വന്നൊരു കഷ്ടപ്പാട് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനിവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ട് വന്നപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പയ്യൻ വന്ന് കയറുന്നു,
കാശ് ചോദിക്കുന്നു, ഇന്നൊരു ആവശ്യത്തിനാണെന്ന് പറയുന്നു, വരുന്നു, ഒന്നുമില്ല, അമ്മ ഉണ്ടോടാ മോനെ, ഉണ്ട്, എന്ത് ചെയ്യും അമ്മ, വീട്ടിലുണ്ട്, ശരി, കൊണ്ടുപോയി കൊടുത്തോ, എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്നെ ഒന്ന് വിളിക്കണം. കാരണം ആ വിളിക്കണമെന്ന് പറഞ്ഞതിനകത്ത് ആ അമ്മയ്ക്ക് തന്നെയാണോ പൈസ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തുന്ന ആ ഒരു ഉത്തരവാദിത്വം നിഷയുടെ. ഞാനത് ശ്രദ്ധിച്ചൊരു കാര്യമാണ്. എൻ്റെ ചോദ്യം, സ്വന്തമായിട്ട് വീടില്ല, സ്വന്തമായിട്ട് ആവശ്യത്തിലധികം പ്രാരാബ്ധങ്ങൾ, അറിയാവുന്നത്, എന്നിട്ട് പോലും ഈ വീടുകൾ വെച്ച് കൊടുക്കുക, ആൾക്കാരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, എന്താണ് നിഷ ഇതെല്ലാം? വീട് വയ്ക്കണമെങ്കിൽ ശരിക്കും ഒരു 10 വീട് വയ്ക്കാനുള്ള പൈസ ഞാൻ ദാനം ചെയ്തു കഴിഞ്ഞു. അപ്പം എനിക്കൊരു വീട് വയ്ക്കുക എന്നുള്ളതിനല്ല ഞാൻ ആദ്യം ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. എനിക്ക് ചുറ്റുമുള്ള സഹജീവികളോട് എൻ്റെ മുന്നിൽ സഹായം ചോദിച്ച് വരുന്നവരെ സഹായിക്കാനായിട്ടാണ് ഞാൻ മുൻകൈ എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയധികം ആളുകളെ സഹായിക്കാനായിട്ട് സാധിച്ചത്. അപ്പം ഇതിനു വേണ്ടി കൈ നീട്ടുന്നതിന് യാതൊരു മടിയും? തീർച്ചയായിട്ടും എനിക്ക് കൈ നീട്ടുന്നതിന് യാതൊരു മടിയുമില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആരുടെ മുമ്പിലും കൈ നീട്ടാൻ യാതൊരു നാണവും മാനവും നോക്കാതെ ഞാൻ കൈ നീട്ടാറുണ്ട്. അപ്പം അത് അങ്ങനെ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അപ്പം ആ നാണക്കേടൊക്കെ നമ്മളങ്ങ് മാറ്റി വയ്ക്കുകയാണ്. അപ്പം എൻ്റെ ആ സ്റ്റാർട്ടിങ് സമയത്ത് ഒരു സ്ത്രീ എന്നുള്ള ഇതിൻ്റെ പേരിൽ ഒരുപാട് അവഗണനകളും ഒരുപാട് മാറ്റി നിർത്തപ്പെടലുകളും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് തന്നെ വീടില്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലിയിൽ തന്നെയുള്ള ഒരുപാട് ആളുകൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ മാറി നിന്ന് ചിരിച്ചിട്ടേ ഉള്ളൂ. കാരണം അവർക്കാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ഈ സമൂഹത്തിന് ചെയ്തു കഴിഞ്ഞു. അപ്പം ഞാനതിനെ വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പം എനിക്ക് നെഗറ്റീവ് പറയുന്ന ആളുകളെയാണ് ആവശ്യം. അവർ നെഗറ്റീവ് പറയുമ്പോഴാണ് എനിക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതൊരു വലിയൊരു കാര്യമാണ്. അപ്പം ആ അവഗണനകളൊക്കെ അതിജീവിച്ച് ഞാൻ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയുണ്ട് എനിക്ക് ചുറ്റും. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ, അതായത് ഒരു ചെറുപ്പക്കാരി എന്ന രീതിയിൽ, കാരണം ഒന്ന് ഏജ് ഒരു ഫാക്ടറാണ്, ഒരു ചെറുപ്പക്കാരി എന്ന രീതിയിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു മുഹൂർത്തം ലൈഫിലുണ്ടായിട്ടുണ്ട്? നാളെ ഉറക്കം, കാരണം എനിക്കറിയാവുന്ന നിഷയ്ക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് 100 കാരണങ്ങൾ, 1000 കാരണങ്ങളുണ്ട്. പക്ഷേ അതിനെല്ലാം ഒരു സൊല്യൂഷനായിട്ട് കണ്ട് നിഷ എപ്പോഴും പ്രോബ്ലം സോൾവ് ചെയ്ത് ഇന്ന് ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു റോൾ മോഡലായിട്ടാണ് നിഷ നിൽക്കുന്നത്. ഈ 1000 കാരണങ്ങൾ വേണ്ട, ഒരു കാരണം എടുത്ത് ആത്മഹത്യ ചെയ്യുന്ന ഈ ലേഡീസൊക്കെ ഇന്നുണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് പല പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള ആ ഒരു സ്ട്രഗിൾ പീരിയഡ്, ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ പീരിയഡ് വന്നിട്ടുണ്ട്, എങ്കിലും ഈ സ്ട്രഗിൾ വരുന്ന സമയത്ത് ആ ഒരു മൊമെൻറ്റിൽ ഇനി നാളെ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നിഷ ഇതിനെ തരണം ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇപ്പം ആത്മഹത്യ എന്നുള്ള ആ ഒരു സ്റ്റേജിൻ്റെ ഏതാണ്ട് ഒരു പകുതി വരെയൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. നമ്മളൊരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിൻ്റെ വേദന എന്താണെന്ന് അറിഞ്ഞ് തിരിച്ച് നടന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് മുഹൂർത്തങ്ങൾ എനിക്ക് ആത്മഹത്യയിലേക്ക് പോകേണ്ട രീതിയിലുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു അദൃശ്യ ശക്തി എന്നെ തിരിച്ചു വിളിച്ചു, നിനക്ക് സമയമായിട്ടില്ല, നിനക്ക് ഇനിയും ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്നുള്ള രീതിയിൽ തിരിച്ച് വിളിച്ച് ജീവിതത്തിലേക്ക് വന്നയാളാണ് ഞാൻ. അപ്പം ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആദ്യം മുതൽ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അത് എനിക്ക് തുറന്നു പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളും എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്നേഹക്കൂടം എന്നൊരു വലിയ കുടുംബത്തിലേക്ക് വന്നപ്പം ആ കുടുംബത്തിലെ അച്ഛനമ്മമാരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ള അവസരങ്ങളിൽ ഒക്കെ എനിക്ക് നാളെ എന്ത് ചെയ്യും, ഇപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ നാളെ എന്ത് ചെയ്യും എന്നാണ് ഓർത്തിരിക്കുന്ന ആ ഒരു സമയത്ത് ദൈവത്തിൻ്റെ നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ലെന്ന് ഞാൻ പറയുന്നു, പക്ഷേ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായിട്ടുള്ള മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ദൈവത്തിൻ്റെ ആ ഒരു കരസ്പർശം പോലെ എന്നിലേക്ക് വന്ന് ആ ഒരു മനുഷ്യരാണ് എന്നെ ഇന്നിവിടെ നിലനിർത്തിയിരിക്കുന്നത്. അങ്ങനെ എനിക്ക് എടുത്തു പറയത്തക്ക ഒരുപാട് ആളുകൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അതിൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരാളാണ് പ്രിയപ്പെട്ട വിജയ് ചേട്ടനും ഗീത ചേച്ചിയും. നമ്മുടെ ഒരു വിളിപ്പുറത്ത് നമുക്കൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് വിളിക്കാൻ ഒരാളുണ്ടെന്നുള്ളൊരു ചിന്തയിലേക്ക് വരുമ്പം എൻ്റെ മുന്നിലേക്ക് എത്തുന്ന ആളുകളാണ് ഇവർ. അതുപോലെ എടുത്തു പറയാൻ പറ്റാത്ത നിരവധി പേര് എനിക്ക് സഹായവുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രതിസന്ധികൾ ലൈഫ് ലോങ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മുതൽ തീർച്ചയായിട്ടും ഒരുപാട് വട്ടങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ കഴിയുന്നതും എനിക്ക് എത്ര വിഷമങ്ങളുണ്ടെങ്കിലും എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും ഞാനതൊക്കെ ഉള്ളിൽ വെച്ചിട്ട് പുറമെ എപ്പോഴും എന്നെ എല്ലാവരും നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്.
ഭയങ്കര പോസിറ്റീവായിട്ട് ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് നിഷയ്ക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറമേ ചിരിക്കാൻ എനിക്ക് നന്നായിട്ടറിയാം. കാരണം എൻ്റെ മുഖത്തെ ഒരു ഒരു കരച്ചിൽ അല്ലെ എൻ്റെ ഒരു ഇത് കാണാൻ എൻ്റെ അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നില്ല, എന്നെ കാണുന്നവർ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് കൊടുക്കാനുള്ള രീതിയിൽ ഞാൻ എൻ്റെ വേദനകളെ എൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കിക്കൊണ്ട്. അതായത് നിഷ കരയുന്നത് ഒരാൾ കാണാൻ പാടില്ല. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും നമ്മളെ കരയിപ്പിക്കുമല്ലോ അല്ലേ? നിഷ കരയുന്നത് കാണുമ്പോൾ പോലും അവർക്കൊരു വിഷമം വരാൻ പാടില്ല. തീർച്ചയായിട്ടും. അതുകൊണ്ട് തനിച്ചിരുന്ന് കരയും, ഒറ്റയ്ക്ക് പോരുത്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ ഞാൻ ടോയ്ലറ്റിൽ പോയിരുന്ന് കരഞ്ഞു തീർക്കുകയോ ഇല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് തീർക്കുകയോ ചെയ്യുന്ന ഞാനത് വ്യക്തികളുടെ മുമ്പിൽ കാണിക്കാറില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത്രയും സ്ട്രെസ്സ്, ഇത്രയും സ്ട്രെയിൻ, ഇപ്പം പല പെണ്ണുങ്ങളും PCOD പ്രശ്നം, ഇല്ലെങ്കിൽ ഹോർമോണൽ ബാലൻസ് ഇഷ്യൂസ്, ഇല്ലെങ്കിൽ അവർക്ക് ഗൈനിക് ഇഷ്യൂസ്, അവരുടെ പീരിയഡ്സ് ടൈമിൽ തലകിഴക്കാമ്പാട് മറിയുന്നു, അവർക്ക് ഭയങ്കര ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. 150ഓളം അച്ഛനമ്മമാരെ തീറ്റിപ്പോറ്റുന്ന, ഇല്ലെങ്കിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നിഷയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതെങ്ങനെയാണ്? കാരണം ഇവിടുത്തെ ഒരു 3 ഹോസ്പിറ്റലിൽ, നിയർ ബൈ 3 ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്താലോ, ഈ കേരളത്തിലെ പല ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്താലോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു നിഷയെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിക്കും. തീർത്തും അനാരോഗ്യമായി, ആരോഗ്യത്തിന് പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? ശരിക്കും എനിക്കിപ്പോൾ 42 വയസ്സായി. ഈ 42 വയസ്സിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാകാവുന്നതിൻ്റെ എത്രയോ ഇരട്ടി അസുഖങ്ങൾ ഉള്ള ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ ലൈഫിൽ ഉടനീളം ഒരു 36 വയസ്സ് മുതൽ ഞാനിങ്ങോട്ട് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത ദിവസങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് 6:30 മുതൽ രാത്രി 12:30 വേണേലും വർക്ക് ചെയ്യാൻ എനിക്കൊരു മടിയില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് എൻ്റെ ലൈഫ് സ്റ്റൈൽ എനിക്ക് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല. അപ്പോൾ എൻ്റെ ആരോഗ്യത്തിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഈ പ്രായത്തിലുള്ള ഒരാൾക്ക് വരാവുന്നതിൽ കൂടുതൽ അസുഖങ്ങൾ എനിക്കുണ്ട്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ 3 ഹോസ്പിറ്റലല്ല, അടുത്തൊരു 10 ഹോസ്പിറ്റലിൽ എടുത്താലും എൻ്റെ പേര് അവിടെ എല്ലാം ഉണ്ട്. കാരണം ഡിസ്ക് പ്രോബ്ലംസ് ഉണ്ട്, മൈഗ്രെയിൻസ് ഉണ്ട്, ഭയങ്കരമായിട്ടുള്ളൊരു നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിനപ്പുറത്തുള്ള ഭാരമാണ് നമ്മുടെ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം നാളെ രാവിലെ നമുക്ക് എണീക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിൽ രാത്രിയിൽ കിടന്നിറങ്ങിയാൽ പോലും രാവിലെ നമ്മൾ 100% എനർജിയോട് കൂടി ചാടി എണീറ്റേ നമുക്ക് പറ്റുള്ളൂ. കാരണം നമ്മുടെ വായിക്കിൽ അല്ലെ നമ്മുടെ മുൻപിൽ 100കണക്കിന് അച്ഛനമ്മമാരിങ്ങനെ എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ദിവസം എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനോ വിശ്രമിക്കാനോ എനിക്ക് സമയം കിട്ടാറില്ല. അതിനെന്നെ എൻ്റെ അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരുൾപ്പെടെ എൻ്റെ ഡോക്ടേഴ്സ് ഉൾപ്പെടെ എല്ലാവരും എന്നോട് പറയാറുള്ള, വളരെ സ്നേഹത്തോടു കൂടി എൻ്റെ ഡോക്ടേഴ്സ് എല്ലാം എന്നോട് പറയാറുള്ളൊരു കാര്യം, നിഷയുടെ ആയുസ് എത്രയുണ്ടോ അത്രയും നിഷ എത്ര ഹെൽത്തി ആയിട്ടിരിക്കുന്നോ അതിനെ പ്രദാനം ചെയ്തുകൊണ്ടാണ് നമ്മളെ അച്ഛനമ്മമാരെ നിഷയ്ക്ക് നോക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിഷയ്ക്ക് കൂടുതൽ സേവനങ്ങൾ സമൂഹത്തിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിഷ ഹെൽത്തി ആയിട്ടിരിക്കണം എന്നെൻ്റെ ഡോക്ടേഴ്സ് ഉൾപ്പെടെ പറയാറുണ്ട്. പക്ഷേ എൻ്റെ ജീവിത യാത്രയിൽ എനിക്കതൊന്നും ശരിക്കും ഫോളോ ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അസുഖങ്ങൾ കൂടി കടന്നു പോകുമ്പോഴും. അപ്പം ഞാൻ ഈ അടുത്തിടയിൽ മാർസ്ലിയോ മെഡിസിറ്റിയിൽ ആയുർവേദത്തിൽ 15 ദിവസത്തോളം ഞാൻ കടന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പം ആ കടന്ന ഒരു സാഹചര്യത്തിൽ കൈ പൊക്കാൻ പറ്റുകയാണെങ്കിൽ ഫോൺ എടുത്തിട്ട് സ്നേഹക്കൂടുള്ള വിശേഷങ്ങൾ ചോദിക്കാനും, സ്നേഹക്കൂട് ഓരോ ദിവസവും ഫോണിൽ കൂടി ആണെങ്കിൽ പോലും നിയന്ത്രിച്ചുകൊണ്ട് പോകാനും ഒക്കെ മുന്നിട്ട് നിൽക്കാതെ നടക്കില്ല ഒന്നും. ആ ഒരു സാഹചര്യത്തിലേക്കാണ്. താൻ ചത്ത് മീൻ പിടിച്ചാൽ മീൻ തിന്നാൻ താൻ കാണില്ല എന്നാണല്ലോ. ശരിയാണ്, അതെല്ലാവരും പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇതായി പോയി. തീർച്ചയായിട്ടും കുറച്ച് എൻ്റെ ആരോഗ്യം കൂടെ നോക്കുന്ന ലെവലിലേക്ക് ഇനിയും നാളുകളിൽ. കാരണം ഒരു ദിവസം ഫിസിയോതെറാപ്പി ചെയ്തില്ലെങ്കിൽ അടുത്ത ദിവസം നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരെ നിഷ ചെന്ന് നിന്നിട്ടുണ്ടെന്നുള്ളത് എനിക്കും കൂടെ അറിയാവുന്ന ഒരു കാര്യം. കാരണം ഞാൻ ഈ നിയർ ബൈ ഡോക്ടേഴ്സുമായിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോഴും ആയുർവേദ വെൽനസ്സുമായിട്ടൊക്കെ എനിക്ക് കണക്ട് ചെയ്യുമ്പോഴും ഞാനിങ്ങനെ അവരെ മീറ്റ് ചെയ്യുമ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോഴും നിഷ ഒരു ടോപ്പിക്കായിട്ട് ഞാൻ പറയും, ആ കൊച്ച് ഇന്നലെയും വന്ന് ഫിസിയോതെറാപ്പി ചെയ്തിട്ടാണ് പോയത്, അതിന് ബാക്ക് പെയിൻ കാരണം നിൽക്കാൻ പറ്റും. അതാണ് ഞാൻ ചോദിച്ചത്. നാട്ടിൽ ഇഷ്ടംപോലെ മെലോഡ്രാമ, ഇഷ്ടംപോലെ ഡ്രമാറ്റിക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ സത്യമായിരിക്കാം, കാരണം ഹോർമോൺസാണ് ഒരു സ്ത്രീയുടെ തോട്ട് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് പല കാര്യം. പക്ഷേ ആ ഹോർമോൺസിനെ പോലും തോൽപ്പിച്ചുകൊണ്ട് ഇന്നലെ ഞാൻ വിളിക്കുമ്പോഴും ചേട്ടാ എനിക്ക് ഭയങ്കര ഒട്ടും വയ്യ, എനിക്ക് എണീറ്റിരിക്കാൻ പോലും ടെക്നിക്കലി ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ മുമ്പിലിരുന്ന് ഇൻ്റർവ്യൂ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊരു വാരിയർ എന്നല്ലാണ്ട്, ഇതൊരു ഫൈറ്റർ എന്നല്ലാണ്ട്, ഇതൊരു റെസിലൻസ് പേഴ്സണാലിറ്റി എന്നല്ലാണ്ട് ഞാൻ എന്ത് പറയാനാണ്. അപ്പോൾ ഡൈൻ വിത്ത് നളനിൽ ഞാൻ നിഷയെ
പരിചയപ്പെടുത്തുന്നത് ഒരു നല്ല ഫുഡ് വെച്ച് തന്നിട്ടായിരിക്കും. നിഷയ്ക്ക് പ്രിയപ്പെട്ട ഫുഡ് വെച്ച് തന്നിട്ട് കൂടെ ആയിരിക്കാം. അതിന് മുമ്പായിട്ട് എന്താണ് നിഷയുടെ ഗോൾസ്? ഒരുപാട് ആഗ്രഹങ്ങൾ ഇനിയും ബാലൻസ് ഉണ്ട്. ഇപ്പോൾ സ്നേഹക്കൂടം ഞങ്ങളുടെ വലിയൊരു കുടുംബത്തിൽ അച്ഛനമ്മമാർ ഇപ്പം 100-ന് മുകളിലായി. അപ്പോൾ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്ഥാപനമാണ് ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അച്ഛന്മാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്ഥാപനം നമുക്ക് ഉണ്ടാക്കണം. അതിൻ്റെ ഒരു യാത്രയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് എനിക്ക് എന്നെപ്പോലും ശ്രദ്ധിക്കാൻ പറ്റാത്തുള്ളൊരു സാഹചര്യം. അച്ഛന്മാരെ കൂടി വാടക ബിൽഡിങ്ങിൽ നിന്നും സ്വന്തം ബിൽഡിങ്ങിലേക്ക് ആക്കാനുള്ളൊരു യാത്രയിലാണ്. അതോടൊപ്പം തന്നെ ഒരു സൗജന്യ ഡയാലിസിസ് സെൻറ്റർ എൻ്റെ ഒരു സ്വപ്നമാണ്. 1 രൂപ പോലും ഇല്ലാതെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന രോഗികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൗജന്യ ഡയാലിസിസ് കേന്ദ്രം സ്നേഹക്കൂടിൻ്റെ ഇതായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം എന്നുള്ള എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. പിന്നെ എനിക്ക് സമൂഹത്തിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജായിട്ട് പറയാനുള്ളത്, അനാഥാലയങ്ങളില്ലാത്ത നല്ലൊരു കേരളമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു ആഗ്രഹം മാത്രമാണ് കേട്ടോ. അതൊരിക്കലും ശരിക്കും ഇനിയുള്ള മുന്നോട്ടുള്ള കാലത്ത് ഒരിക്കലും നടക്കാൻ ചാൻസ് ഉള്ള കാര്യമല്ല. എങ്കിലും നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ അച്ഛനെയും അമ്മയെയും അനാഥാലയങ്ങളിലേക്ക് തള്ളിവിടാതെ അവരെ മക്കൾ തന്നെ നോക്കി അനാഥാലയങ്ങളില്ലാത്ത നല്ലൊരു കേരളത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അത് നടക്കാത്തൊരു സ്വപ്നമാണ്. ഡിബേറ്റ് ആണ്. കാരണം ഈ ഡിബേറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാം ഡൈൻ വിത്ത് നളനിലേക്ക്. എന്ത് പറയുന്നത്? ഡൈൻ വിത്ത് നളൻ. Dine with Nalan. Come be my guest. നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് നളൻ. എൻ്റെ കൂടെ നിഷ സ്നേഹക്കൂടാണ്. ഒരു ഡിബേറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കാരണം നിഷ പറയുകയുണ്ടായി, കേരളത്തിൽ ഓൾഡ് ഏജ് ഹോമുകൾ ഇല്ലാതാവട്ടെ, ഓർഫനേജുകൾ ഇല്ലാതാവട്ടെ. ഓക്കെ, ഓർഫനേജ് ഫോർ ഷുവർ ഇല്ലാതാവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ എൻ്റെ ചോദ്യം, ഈ പല വീടുകളിലും യുവർ സ്റ്റോറി, മൈ സ്റ്റോറി ആൻഡ് ദ ട്രൂ സ്റ്റോറി എന്നാണ്. നിങ്ങൾക്കൊരു കഥ, എനിക്കൊരു കഥ, യാഥാർത്ഥ്യത്തിൽ ഒരു കഥ, അല്ലേ? ഇപ്പം എല്ലാ മക്കളെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ചില അച്ഛനമ്മമാരുടെ വാശികൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എനിക്കറിയാവുന്നതുമാണ്. ഇപ്പോൾ പല വിദേശത്തുള്ള മക്കൾ അച്ഛനമ്മമാർ അങ്ങോട്ട് വരാൻ വിളിച്ചാൽ അവർ വരില്ല, ഇവിടെ കടിച്ചു തൂങ്ങി തന്നെ നിൽക്കും. മക്കൾക്ക് തൊഴിൽ കളഞ്ഞു വരാനും പറ്റില്ല. അങ്ങനെയുള്ള വാശി ബുദ്ധിയുള്ള ഒരുപാട് വാർദ്ധക്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളുള്ള കേരളമാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് ഇല്ലാണ്ടാക്കാൻ പറ്റുക? അപ്പോൾ അവർ ഒരു പക്ഷേ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചിട്ടായിരിക്കാം സ്നേഹക്കൂട് ചൂസ് ചെയ്തു വരുന്നത്. ഇതിനെപ്പറ്റി ഒരു സാമൂഹിക സേവക എന്ന രീതിയിൽ എന്താണ് നിഷ സ്നേഹക്കൂടിന് പറയാനുള്ളത്? ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് പെയ്ഡ് ഓൾഡ് ഏജ് ഹോംസ് ഒരുപാട് ഇന്ന് കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. അതിനെ വളരെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്ത ഒരാളാണ് ഞാൻ ശരിക്കും. അത് നമ്മളെ ഇന്നത്തെ കേരളത്തിന് നമുക്ക് ശരിക്കും ആവശ്യമാണ് ഈ പെയ്ഡ് ഹോംസ്. കാരണം മക്കൾ അവരുടെ ജീവിതം നമ്മുടെ കേരളത്തിലൊക്കെ കഴിഞ്ഞും കുറച്ചുകൂടി ബെറ്റർ ജോലി കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ കൂടുതലായിട്ട് മെച്ചപ്പെടുത്താനായിട്ട് ഇന്ന് നമ്മുടെ കുട്ടികളെല്ലാം പഠിച്ച് വിദേശത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ അച്ഛനമ്മമാർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഇപ്പം നമ്മുടെ പത്തനംതിട്ട ജില്ലകളുടെ ആ ഭാഗത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മിക്ക വീടുകളും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം കാണുന്നു. മിക്ക വീടുകളിലും അച്ഛനും അമ്മയും മാത്രമായിട്ട് താമസിക്കുന്ന സാഹചര്യം പത്തനംതിട്ടയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും. അപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് കുട്ടികൾ പഠിച്ച് വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ വീടുകളിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് ഏറ്റവും നല്ലൊരു ചോയ്സാണ് ശരിക്കും പെയ്ഡ് ഓൾഡ് ഏജ് ഹോമുകൾ. കാരണം അവർക്ക് അവരുടെ അതേ സ്വഭാവത്തോടു കൂടി അല്ലാതെ അവരുടെ അതേ ഏജിലുള്ള ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാനും അവർക്ക് ഒരുമിച്ചിരിക്കാനും അവർക്ക് പേടിയില്ലാതെ ഉറങ്ങാനും അവരുടെ ഒരു വിരൽത്തുമ്പിൽ വിളിച്ചാൽ ആളെത്തത്തക്ക രീതിയിൽ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഓൾഡ് ഏജ് ഹോമുകളുണ്ട്. അതിന് നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ സ്നേഹക്കൂടെന്ന് പറഞ്ഞാൽ മക്കളും ബന്ധുക്കളും ഒക്കെ ഉപേക്ഷിച്ച് വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട അച്ഛനമ്മമാരാണ് സ്നേഹക്കൂട്ടിലേക്ക് എത്തുന്നത്. അപ്പം ഞാൻ അതിനെയാണ് പ്രോത്സാഹിപ്പിക്കാത്തത്. മനസ്സിലായി. എൻ്റെ ചോദ്യം, തുടക്കത്തിൽ ഇപ്പം നമുക്കൊരു ഇൻസിഡൻ്റ് ഉണ്ടാവണമല്ലോ. ഇപ്പം അശോക എന്ന് പറയുന്നൊരു ചക്രവർത്തി ബുദ്ധിസം സ്വീകരിച്ചതിൽ ഒരു കഥയുണ്ട്. അശോക ചക്രവർത്തി കാരണം പുള്ളി ഒരു വലിയ രാജാവായിരുന്നു. പുള്ളി ഒരു രക്തക്കളം കണ്ടതിന് ശേഷമാണ് പുള്ളി ബുദ്ധിസത്തിലേക്ക് വരുന്നത്, അശോക ചക്രവർത്തി നമ്മളുടെ. അതേപോലെ നിഷ എന്ന ചക്രവർത്തിനി ഈ സ്നേഹക്കൂടിൻ്റെ ദ ക്വീൻ ഓഫ് സ്നേഹക്കൂട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മദർ ഓഫ് സ്നേഹക്കൂട് എന്ന് പറയാം. എങ്ങനെയാണ് ആദ്യമേ ഈ മദർഹുഡ് ഇല്ലെങ്കിൽ ഒരു ഡോട്ടർഹുഡ് ഫസ്റ്റ് ഇൻസിഡൻറ്റ് എന്തായിരുന്നു? ഞാൻ ശരിക്കും ഈ ഒരു തയ്യൽക്കട സ്റ്റാർട്ട് ചെയ്ത് അമ്പലത്തിൻ്റെ മുൻപിലിരിക്കുന്നവർക്കൊക്കെ ആഹാരം മേടിച്ചു കൊടുക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ അമ്പലത്തിൽ തൊഴുതിറങ്ങിയപ്പോൾ, ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ അമ്പലത്തിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ അമ്പലത്തിൽ തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പലത്തിൻ്റെ മുമ്പിലായിട്ട് കാലിൽ
പഴുത്തൊലിച്ച് ഒരച്ഛനെ കണ്ടു. പ്രായമുള്ളൊരച്ഛനാണ്, കാല് പഴുത്ത് പൊട്ടി ഒലിക്കുകയാണ്, പുള്ളി ഫിക്ഷയായി ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഈ അച്ഛനോട് സംസാരിച്ചപ്പോഴത്തേക്ക് ഈ ഒരു അച്ഛനോട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണ്ട, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സഹായിച്ചാൽ മതിയെന്ന് പറയുന്നു. ഒരുപാട് ആളുകളോട് ഇതേ ആവശ്യം അദ്ദേഹം പറയുന്നുണ്ട്, പക്ഷേ ആരും ആ ഒരു റിസ്ക് എടുക്കാൻ ആരും തയ്യാറാകുന്നില്ല. അപ്പം ഞാൻ അദ്ദേഹത്തെ ഒരു ഓട്ടോ വിളിച്ച് ആ ഓട്ടോക്കാരൻ്റെ സഹായത്തോടു കൂടി ഞാൻ ഓട്ടോയിൽ കയറ്റി ഏറ്റുമാനൂർ നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ അച്ഛൻ്റെ കാല് വൃത്തിയായിട്ട് വ്രണങ്ങളെല്ലാം കഴുകി കെട്ടി അച്ഛന് മെഡിസിനൊക്കെ മേടിച്ചു കൊടുത്തിട്ട് തിരിച്ച് എനിക്ക് ഈ അച്ഛനെ എനിക്ക് കൂടെ കൂട്ടാൻ പറ്റിയൊരു സാഹചര്യമല്ല, എനിക്ക് ഈ അമ്പലനടയിൽ തന്നെ കൊണ്ട് അച്ഛനെ തിരിച്ചിരുത്തേണ്ട ഒരു സാഹചര്യമുണ്ടായി. അവിടെ നിന്നാണ് എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വരുന്നത്, ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാനായിട്ടൊരു കൂട് ഒരിക്കൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് കയറി. പക്ഷെ ആ ഒരു സമയത്ത് എനിക്കിതിന് ഒരിക്കലും സാധിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നൊരു സാഹചര്യമില്ല. എങ്കിലും തീർച്ചയായിട്ടും അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഒരാളെ കൂടെ കൂട്ടിക്കൊണ്ട് ചെന്നാലത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അത് വളരെ ദയനീയമാണ്. ഒരു സമയത്ത് ഞാൻ ഈ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയ സമയത്ത് ഈ തിരുനക്കര അമ്പലത്തിൻ്റെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഭക്ഷണം കൊടുക്കാനും അല്ലെ കുഷ്ഠരോഗികളെ പിടിക്കുകയും അവരെ കുളിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പം നിനക്കും കുഷ്ഠം വരുമെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരു സമൂഹവും ഒരു വീട്ടുകാരും എനിക്ക് ചുറ്റുമുള്ളപ്പോൾ തീർച്ചയായിട്ടും ഈ സാക്ഷരത കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്ത്. കാരണം ഞാൻ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്ന കാലഘട്ടം സ്ത്രീകളെ കുഷ്ഠരോഗികളെ കുളിപ്പിച്ച് ചികിത്സിക്കുന്ന താങ്കളോട് പറയും നിനക്കും ഈ അസുഖം വരും, തീർച്ചയായിട്ടും സഹകരിക്കത്തതുമില്ല, നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ നിനക്കും കുഷ്ഠം വരുമെന്നും പറഞ്ഞ് നമ്മളെ ഒരു അറപ്പോടുകൂടി കണ്ട ആ ഒരു സമൂഹത്തിൽ നിന്നും ഒരു 15 വർഷത്തോളം വേണ്ടി വന്ന് ശരിക്കും നമ്മളെ ഓരോ ആദരവുകളും അംഗീകാരങ്ങളും കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ നാട്ടുകാരും കുടുംബവും ഒക്കെ അംഗീകരിച്ചതും ഇതെൻ്റെ വീട്ടിലെ കുട്ടിയാണെന്ന് പറയാനുള്ളൊരു മനോഭാവം അവർക്കുണ്ടായത്. അതിന് വളരെ വർഷങ്ങൾ വേണ്ടി വന്നത്. പക്ഷെ ഇതിൽ നിന്നൊക്കെ പിന്മാറാതെ, കാരണം സ്ത്രീകൾക്ക് എന്താണ് ഈ മേഖലയിൽ ഇറങ്ങിയാൽ, സ്ത്രീകൾ എന്താണ് ഇത് ചെയ്താൽ എന്നുള്ള ആ ഒരു ഞാനിത് ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് സ്ത്രീകൾ ഇതുപോലുള്ള മേഖലയിൽ വളരെ തുച്ഛമാണ്. ഈ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ വളരെ വിരളമായിട്ടേ ഉള്ളൂ സ്ത്രീകൾ. അപ്പം അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അന്ന് ഞാൻ കടന്നു വന്ന വഴികളൊക്കെ ശരിക്കും കനലെരിയുന്ന വഴികളിലൂടെ കടന്നു വന്ന് ജീവിതത്തിൽ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അന്ന് പിന്മാറിയിരുന്നെങ്കിൽ ഒരിക്കലും എനിക്കൊരു പക്ഷേ ഇതുപോലൊരു കുടുംബം ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. ഇതുപോലുള്ള കുറേ മനോധൈര്യം എവിടുന്നാണ്? നമ്മൾ അമ്മയുടെ ആണോ അതോ ദൈവങ്ങളുടെ ആണോ അതോ ഉള്ളിൽ നിന്നും ഒരു 19കാരി സ്വയം ചലഞ്ചസിൽ വിട്ടുകൊടുക്കാൻ മനസ്സില്ല എന്ന് എഴുതി തീർത്ത് സ്വയം ഒരു ഝാൻസി റാണിയെ പോലെ യുദ്ധം ചെയ്യണം, എൻ്റെ സമൂഹത്തിനോട് എനിക്ക് ഉത്തരങ്ങൾ പറയാനുണ്ട്, എൻ്റെ സമൂഹം ഇന്നല്ലെങ്കിൽ നാളെ എന്നെ ചേർത്ത് പിടിക്കും എന്നുള്ള വിശ്വാസമാണോ? തീർച്ചയായിട്ടും. കാരണം എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായ എൻ്റെ അനുഭവങ്ങളിൽ നിന്നുണ്ടായ ആ ഒരു കനലിൽ നിന്നാണ് ഞാനിങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് ഒരടി പോലും പുറകോട്ട് പോകാതെ ഞാൻ മുന്നോട്ടുള്ള യാത്ര തുടങ്ങിയത്. നമ്മൾ എങ്ങനെ വേണമെങ്കിലുമൊക്കെ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാം, പക്ഷെ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ എന്തൊക്കെ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്തു, ആ ഒരു അടയാളപ്പെടുത്തലാണ് എനിക്ക് വേണ്ടിയത്. അപ്പം ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഞാൻ അതിനു വേണ്ടി എനിക്കൊരു വലിയ ചോദ്യമുള്ളത്, എല്ലാ പ്രവാചകന്മാരെയും ബേസിക്കലി എടുത്തു നോക്കിയാൽ സ്വന്തം നാട്ടിലോ സ്വന്തം രാജ്യത്തോ അനുഗ്രഹിച്ചതായിട്ടോ അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്തതായിട്ടോ അംഗീകരിച്ചതായിട്ടോ എനിക്കറിയില്ല, എൻ്റെ അറിവ് കുറവായിരിക്കാം. എൻ്റെ ഒരു കാര്യമാണെങ്കിലും ഞാൻ കൊല്ലം വിട്ട് കോട്ടയത്തേക്ക് വരുന്നു. കൊല്ലത്ത് എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്, എന്നെ ഒരുപാട് പേര് ബൂസ്റ്റ് ചെയ്ത് എന്നെ ഒരു ബ്രാൻഡ് ആക്കിയിട്ടാണ് ഞാനിപ്പോൾ കോട്ടയത്തിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ കോട്ടയംകാരിയായ നിഷ ഈ കോട്ടയത്ത് തന്നെ സ്നേഹക്കൂടുണ്ടാക്കി ഈ കോട്ടയത്തിൻ്റെ ആൾക്കാരെ ചേർത്ത് പിടിച്ച് കോട്ടയത്ത് നിന്ന് പുറത്തുനിന്ന് വരുന്നവരെയും ചേർത്ത് പിടിച്ച് കോട്ടയത്തൊരു സിഗ്നേച്ചർ ഉണ്ടാക്കിയ ഈ പ്രവാചകയെ ബേസിക്കലി ഞാൻ അങ്ങനെ വിളിക്കൂ. കാരണം മനുഷ്യനിൽ ദൈവത്തെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിഷയിലും ഒരു ഭഗവാന്റെ പ്രതിഷ്ഠയുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ കോട്ടയത്ത് തന്നെ നിൽക്കണം? ഞാൻ പല പ്രാവശ്യവും ചോദിച്ചു നിഷയെടുത്ത്, നമുക്ക് മറ്റൊരു സ്ഥലത്ത് തുടങ്ങിക്കൂടെ, ഇല്ലേ നമുക്ക് വേറൊരു സ്ഥലത്ത് തുടങ്ങിക്കൂടെ? ഇല്ല ചേട്ടാ, എനിക്ക് കോട്ടയത്ത് വേണം, കോട്ടയം എൻ്റെ സ്ഥലമാണ്, കോട്ടയത്ത് തന്നെ എനിക്കത് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ കാരണം എന്താണ്? ഒരു സാധാരണക്കാരിയായ തയ്യൽക്കാരിയായിട്ടുള്ള നിഷയെ ഇന്ന് നിഷ സ്നേഹക്കൂട് എന്ന ഒരു വലിയ പേര് എനിക്കൊപ്പം ചേർത്ത് നിന്നത് കോട്ടയമാണ്. അപ്പം
കോട്ടയത്തെ വിട്ട് അല്ലെ കോട്ടയം വിട്ടൊരു ഒരു മറ്റൊരു ഓപ്ഷൻ എനിക്കില്ല. അതുകൊണ്ടാണ് എനിക്ക് കോട്ടയം ഇല്ല. പക്ഷെ നമ്മൾ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റുകളിലേക്കും സ്റ്റേറ്റുകളിലേക്കും നിഷ സ്പ്രെഡ് ആവണം. എൻ്റെ ചോദ്യം നിഷ, ഇന്നിപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ വളരെ പ്രൗഡോടുകൂടി, അതായത് ഞാൻ കോട്ടയത്തിലേക്ക് വരുന്ന 5 സ്റ്റാർ റേറ്റിംഗിൽ നിഷ സ്നേഹക്കൂട് ഇല്ലേ, നമ്മുടെ സ്നേഹക്കൂട് 5 സ്റ്റാർ, more than 3,000+ Google reviews, and one of the most aesthetically and auspiciously and celebrated or old age home എന്ന് പറയാം, celebrated old age home എന്ന് പറയാം ഓഫ് സ്നേഹക്കൂട് അല്ലെങ്കിൽ അറ്റ് കോട്ടയം. ഇതെങ്ങനെയാണ്, ഹൗ ക്യാൻ യു കീപ് ഓൾ ദി സ്റ്റാൻഡേർഡ്? ഈ സ്റ്റാൻഡേർഡൈസേഷൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക? കാരണം ഓരോ മേഖലകളിലേക്കും ഞാൻ കടന്നു ചെല്ലുമ്പോൾ വിഷമത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ കഥകളാണ്. നിഷ നടത്തുന്ന സ്നേഹക്കൂട്ടിൽ എപ്പോഴും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൂടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം അവിടെ ചെല്ലുമ്പോഴാണെങ്കിലും നിഷ അവരുടെ ഇൻട്രാക്ട് ചെയ്യുന്നത്, നിഷ അവരുടെ കഥകൾ കേൾക്കുന്നത്, നിഷ അവരോട് സംസാരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു സിമ്പിൾ കാര്യം, നിഷ നല്ലൊരു കേൾവിക്കാരി ആയതുകൊണ്ടാണോ? കാരണം അതല്ല, നിഷയ്ക്ക് വേറെന്തെങ്കിലും മാജിക് ഉണ്ടോ? പ്രത്യേകിച്ച് യാതൊരു മാജിക്കുമില്ല. ശരിക്കും ഞാനൊരു നല്ല കേൾവിക്കാരി തന്നെയാണ്. ഒരാളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് കേട്ടിരിക്കാനായിട്ട് അവർക്കൊരാൾ കൂടെ ഇരിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടെന്നുള്ള തീർച്ചയായിട്ടും പല സാഹചര്യങ്ങളിലും എന്നെ കേൾക്കാൻ ഒരാളും ഇല്ലാതെ പോയതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിലെത്തുന്നവരെ കേൾക്കാൻ ഞാൻ കുറച്ച് സമയം മാറ്റിവെക്കാം. അതാണോ അച്ഛനമ്മമാരുടെ മാജിക് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും. പിന്നെ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു സംഭവം, സ്നേഹക്കൂടിൽ സ്നേഹക്കൂടിൽ ഒരു ദയനീയത വിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്നേഹക്കൂട് എന്നാൽ അച്ഛനമ്മമാരുടെ സന്തോഷത്തിന്റെ ഒരു വലിയ വീടായിട്ടാണ്. സഹതാപം നമുക്ക് വേണ്ട, നമുക്ക് സഹകരണം മതി, സഹതാപം വേണ്ട. കാരണം സഹതാപം കൊണ്ട് കാര്യമില്ല. നമ്മുടെ സ്നേഹക്കൂടിലെ അച്ഛനമ്മമാർ മാക്സിമം സന്തോഷമായിട്ടിരിക്കാൻ നമ്മൾ മറ്റൊരു സ്ഥലത്തും ചെയ്യാത്ത രീതിയിൽ ഒരുപാട് ഈ അച്ഛനമ്മമാരെ പലപ്പോഴും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു അച്ഛൻ്റെ അടുത്ത് പറയണം, അച്ഛാ ഒന്ന് ഡാൻസ് കളിക്കണം, പോടാ പോയി എന്നെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ പോയ എന്താ വയസ്സാം കാലത്ത് കോപ്രാണ്ടിത്തരം കാണിക്കുന്നു എന്ന് പറയുന്ന ഒരു പറ്റം സമൂഹങ്ങളുണ്ട്, പ്രത്യേകിച്ചും വയസ്സായി വരുന്ന ആൾക്കാർ. പക്ഷെ അവരെ സെലിബ്രിറ്റികളാക്കുക, അവരുടെ റീൽസ് ഉണ്ടാക്കുക, ഇവരൊക്കെ സഹകരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. മക്കൾ ഉപേക്ഷിച്ച് കുപ്പത്തൊട്ടിയിലേക്ക് കളഞ്ഞ അച്ഛനമ്മമാരാണ്. അവരെ തേച്ച് മിനുക്കി മാണിക്യങ്ങളാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെ ഒരു ശ്രമം നടത്തേണ്ടത്. പക്ഷെ ആ ശ്രമം ഭയങ്കര സക്സസ് ആണ്, വളരെ വിജയം കണ്ടൊരു ശ്രമമാണത്. കാരണം അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനും തീർച്ചയായിട്ടും അവരുടെ മക്കൾക്ക് മുന്നിൽ എൻ്റെ അച്ഛനും അമ്മയുമാണോ ഇത് പെർഫോം ചെയ്യുന്നതെന്ന് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കഴിവുകളെ തിരിച്ചറിയാൻ പറ്റാതെ പോയ മക്കളുടെ മുന്നിലേക്ക് അവരെ പ്രസന്റ് ചെയ്യാൻ സാധിച്ചത് വലിയൊരു കാര്യമായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും അത് അവർക്ക് കൊടുക്കുന്ന ഭയങ്കര ഒരു മെസ്സേജാണ്. കാരണം അവരത് കാണണം. അവരുപേക്ഷിച്ച് കളഞ്ഞ ആ അച്ഛനമ്മമാരുടെ ഉള്ളിലെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് അവരെ നമ്മൾക്ക് ആവശ്യമുണ്ടെന്ന് കാണിക്കത്തക്ക രീതിയിൽ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമം നടത്തി. അവർ കോമഡി ഉത്സവ വേദികളിൽ പോയി. അവരുടെ ലൈഫിൽ അവർ ഒരിക്കലും ഇപ്പം 101 വയസ്സുള്ള ഒരമ്മ നമ്മളെ ഇവിടെ ഗുരുവായൂരമ്പലത്തിൽ തൊഴണമെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ 101 വയസ്സുള്ള ഒരു അമ്മയെ ഉൾപ്പെടെ 100ഓളം അച്ഛനമ്മമാരെ വീൽ ചെയറിൽ വരെ ഇരുത്തി നമ്മുടെ ഗുരുവായൂരമ്പലത്തിൽ കൊണ്ടുപോയിട്ട് തൊഴിയിക്കാൻ സാധിച്ചു. അതൊക്കെ ലൈഫിലെ വലിയൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്താണ്. കാരണം 101 വയസ്സുള്ള ഒരു അമ്മയെ ട്രാവൽ ചെയ്യിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കറിയാലോ. കോട്ടയത്ത് നിന്ന് തൃശ്ശൂർ വരെ എത്തിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. പക്ഷേ ഈ ടാസ്കിനെയൊക്കെ വെല്ലുവിളിച്ച് വീൽ ചെയറിൽ വരെ ഇരുത്തി ഭഗവാനും കൂടെ കനിഞ്ഞതുകൊണ്ട് ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മതത്തിലെയും കൊണ്ടുപോയിട്ട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ തൊഴിയിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. പ്രത്യക്ഷത്തിൽ നിഷ വരിക വളരെ ടെക്നിക്കലി ഡിഫിക്കൽട്ടുള്ളൊരു കാര്യം. ഏതൊരു പ്രോഗ്രാം ആയാലും കംപ്ലീറ്റ് കാര്യങ്ങൾ ഹോസ്റ്റ് ചെയ്തിട്ട് പതുക്കെ ബാക്കിൽ പോയിരിക്കുന്ന നിഷയെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല പ്രോഗ്രാംസിൽ. ഓരോരുത്തർ ഇത് ചെയ്തിട്ട് എങ്ങനെങ്കിലും ക്യാമറയുടെ ഫ്രണ്ടിൽ വരണം, ഇല്ലെങ്കിൽ എങ്ങനെങ്കിലും 10 പേരെ അറിയിക്കണം. ഇന്നൊരു ചെറിയ കാര്യം ചെയ്താൽ പോലും ലോകം മൊത്തം വിളിച്ച് പറയണം. നേരെ മറിച്ച് ഈ പറയുന്ന റീൽസുകളിലൊന്നും നിഷയെ കാണാറില്ല. നിഷയുടെ വ്യക്തിത്വങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കിലുള്ള കൊറിയോഗ്രാഫി, ഇതിൻ്റെ ബാക്കിലുള്ള ക്യാമറ യൂണിറ്റ്, ഇതിൻ്റെ ബാക്കിൽ ഇത് ഇന്ന ദിവസങ്ങളിൽ ഇറങ്ങണമെന്നുള്ള ഡിറക്ഷണൽ തോട്ട്, ഇതെല്ലാം നിഷയാണല്ലോ. പിന്നെ എന്തുകൊണ്ട് നിഷ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ പലരും
നിഷയ്ക്ക് കിട്ടിയ അവാർഡുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 4 നാഷണൽ അവാർഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലേ? ഇത്രയും അവാർഡുകൾ കിട്ടിയിട്ടും പത്രങ്ങളിലെല്ലാം വന്നാലും നിഷ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഗിമ്മിക്സ് കാണിക്കുന്നത് കണ്ടിട്ടില്ല. ഗിമ്മിക്സ് അതായത് നാച്ചുറലി അല്ലാണ്ട് ഈ അൺനാച്ചുറലായിട്ട് ആൾക്കാർ അറ്റൻഷൻ പിടിച്ചു പറ്റുന്ന കാര്യങ്ങൾ നിഷ ചെയ്യുന്നത് കണ്ടിട്ടില്ല. കാരണം എന്താണ് നിഷ? ഞാൻ ശരിക്കും എന്താണ് ഇൻട്രോവേർട്ടാണോ? ഞാൻ അങ്ങോട്ട് കുറച്ച് അങ്ങനെ ഒരു രീതിയിൽ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ശരിക്കും. അച്ഛനമ്മമാരെ ഫേമസ് ആക്കാൻ ശ്രമിക്കുന്നൊരു മകളാണ് ഞാൻ. സാധാരണ മക്കളാണ്, അച്ഛനമ്മമാരാണ് മക്കളെ എന്താണ് ബൂസ്റ്റ് ചെയ്ത് മക്കളെ ഫേമസ് ആക്കാൻ അച്ഛനമ്മമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ എൻ്റെ അച്ഛനമ്മമാരെ ബൂസ്റ്റ് ചെയ്ത് അവർ സെലിബ്രിറ്റികളാകാൻ ശ്രമിക്കുന്ന ഒരു മകളാണ് ഞാൻ. അപ്പം ഞാൻ എപ്പോഴും ക്യാമറയ്ക്ക് ബാക്കിലായിരിക്കും കൂടുതലും ഉണ്ടാവുക. ഞാൻ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുന്നത് അപൂർവം ചില നിമിഷങ്ങളിൽ എന്നെ എന്താണ് നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് വരുമ്പോഴത്തേക്കാണ് ഞാൻ ക്യാമറയുടെ മുന്നിലേക്ക് വരാറുള്ളത്. അല്ലാതെ കുട്ടിക്കാലത്ത് ഡാൻസിലും പാട്ടിലും ഒക്കെ തീർച്ചയായിട്ടും എനിക്ക് അതിലെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. സ്നേഹക്കൂട്ടിൽ അച്ഛനമ്മമാരെ ഡാൻസ് പഠിപ്പിക്കുന്നത് ഞാനും ഇപ്പം എൻ്റെ ചേച്ചിയുണ്ട്. ഞങ്ങൾ തന്നെയാണ് അച്ഛനമ്മമാരെ ഡാൻസ് പഠിപ്പിക്കുന്നതും അവരെ പെർഫോം ചെയ്യിപ്പിക്കുന്നതും ഒക്കെ. മനസ്സിലായി. ഒരു തയ്യക്കാരിയിൽ നിന്നും ഒരു ഫാഷൻ ഡിസൈനറിലേക്ക് നിഷ ഗ്രോ ചെയ്തത് ഈ ഓവർ ദ പീരിയഡാണ്. നിഷയ്ക്ക് നല്ല ഒരു ബ്യൂട്ടിഫുൾ ഔട്ട്ലെറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. നിഷയ്ക്ക് നല്ല ക്ലയൻറ്റൈലുണ്ട്. അതും കോട്ടയത്ത് തന്നെയാണ്. വളരെ വലിയൊരു ഷോറൂം തന്നെ നിഷ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ വരുമാനം കൊണ്ട് നിഷ പറഞ്ഞു, എനിക്കിനി ആരും 1 രൂപ തന്നില്ലെങ്കിൽ പോലും നളഞ്ചേട്ടാ എനിക്ക് ഇവിടുത്തെ പൈസ എടുത്ത് ഞാൻ അവർക്ക് ആഹാരം കൊടുത്താണെങ്കിലും നോക്കിക്കൊള്ളും. അതിൻ്റെ ഒരു വരുമാനം സൃഷ്ടിക്കുന്ന ഇവിടെ നിന്നാണ്. പക്ഷേ എൻ്റെ ചോദ്യം നിഷ, ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ആൾക്കാർ കീറിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കണം. പലരും അങ്ങനെ നടക്കുന്നുണ്ട്. കീറിയ ഡ്രസ്സ്, അതേപോലെ തന്നെ വളരെ കോട്ടൺ റിലേറ്റഡ് ഡ്രസ്സ്, ഒരു ഫാഷൻ ഷോ പോലെ ആവാം, ഇല്ലെങ്കിൽ ഒരു ബേസിക്കലി അതൊരു സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഭാഗമാവാം. എന്നെ സംബന്ധിച്ചിടത്തോളം വൃത്തിയോ, അതായത് നല്ലൊരു ഫാഷൻ കാരിയറാണ്, നല്ല ഡ്രസ് കോമ്പിനേഷൻ ഇടണം. നിഷ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു ചുരിദാർ വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ചേട്ടാ ഞാൻ തയ്ച്ച് എൻ്റെ ഡ്രസ്സ് ഇട്ട് ഞാൻ അവിടുന്ന് തുടങ്ങി ഒരു ഫാഷൻ ഡിസൈനറിലെത്തിയത്. ഇന്നിപ്പം വൃത്തിയായി ഒരുങ്ങി നടക്കുമ്പോൾ, ഇല്ലെങ്കിൽ തൻ്റെ പേഴ്സണാലിറ്റി വൃത്തിയായി ക്യാരി ചെയ്യുമ്പോൾ ടെക്നിക്കലി സമൂഹത്തിൽ നിന്നും കല്ലെറികൾ കിട്ടാറുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് വിമർശനങ്ങൾ ഈ ഡ്രസ്സിൻ്റെ പേരിൽ ശരിക്കും എനിക്ക് കുറേയധികം വിമർശനങ്ങൾ കേൾക്കാറുണ്ട്. എന്താണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, ശരിക്കും ചാരിറ്റി ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ജനസേവനം ചെയ്യുന്ന ഒരാൾ ഒരു കോട്ടൺ സാരീസ് അല്ലെങ്കിൽ കോട്ടൺ ചുരിദാർസ് കീറി പറഞ്ഞ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് മനുഷ്യനുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഫാഷൻ ഡിസൈനർ എന്ന ലെവലിലേക്ക് ഇരിക്കുന്ന ഒരാളാണ്. എനിക്കൊരു ബ്യൂട്ടിക്കുണ്ട്. ഞാനവിടെ എൻ്റെ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഞാൻ വെഡ്ഡിങ് ഗൗണുകൾ ഡിസൈൻ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും വെഡ്ഡിങ് ഗൗണുകൾ ഡിസൈൻ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ശരിക്കും ഞാൻ സ്വന്തമായിട്ട് പഠിച്ചെടുത്ത ആ ഒരു ഇതിൽ നിന്ന് ഞാൻ ഒരുപാട് വെറൈറ്റി, തീർച്ചയായിട്ടും ഓണത്തിനൊക്കെ എന്താണ് ഞാൻ നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് വർക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ രാവിലെ 6 മണി മുതൽ വേണമെങ്കിൽ രാത്രി 1 മണി വരെ വേണമെങ്കിൽ നിന്ന് വർക്ക് ചെയ്യും. വർക്ക് ചെയ്തതിന് എനിക്ക് യാതൊരു മടിയില്ല. എൻ്റെ ആരോഗ്യസ്ഥിതി ഒന്നും നോക്കാതെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നല്ലൊരു ഡ്രസ്സിട്ട് നമ്മളൊരു ഫോട്ടോയ്ക്ക് നിന്നാൽ ചാരിറ്റി ചെയ്യുന്ന ഒരാളുടെ ഡ്രസ് കോഡ് കണ്ടില്ലേ എന്ന് ഒരുപാട് ആളുകൾ വിമർശിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ പ്രൊഫഷണലി ഞാൻ എൻ്റെ ജോലി സംബന്ധമായിട്ട് എനിക്കൊരു കീറി പറഞ്ഞിട്ടുണ്ട് എനിക്ക് നടക്കാൻ പറ്റില്ല. എനിക്ക് നടക്കാൻ പറ്റില്ല. ഞാൻ നടന്നിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കിപ്പം എൻ്റെ കുട്ടിക്കാലത്ത് നല്ലൊരു ഡ്രസ്സ് ഇല്ലാതെ അന്നാരും ഒരു ജോഡി ഡ്രസ്സ് മേടിച്ചു തന്നിട്ടില്ല സ്വന്തമായിട്ട്. അതെ, പലപ്പോഴും അച്ഛൻ KSRTCയിലായിരുന്നെങ്കിൽ പോലും വളരെ ദാരിദ്ര്യം നിറഞ്ഞൊരു കുടുംബമായിരുന്നു. ഈ ഓണത്തിനൊക്കെ നമുക്ക് കിട്ടുന്ന ഖാദിയുടെ തുണിയുണ്ട്. ഈ ഖാദിയുടെ തുണിയിലാണ്, കളർഫുൾ അല്ല, ഖാദി തുണികൾ എന്ന് പറയുമ്പോൾ കളർഫുൾ അല്ല, കുറച്ച് ഫെയ്ഡഡ് ലുക്കാണല്ലോ. അപ്പോൾ അതിലുള്ള ചുരിദാറുകൾ, അതിലുള്ള സ്കേർട്ട് ബ്ലൗസുകളൊക്കെ ഇട്ടിരുന്ന ഒരു കാലത്തുനിന്ന് ഞാൻ ഈ നർമ്മദ ടെക്സ്റ്റൈൽസിൽ സെയിൽസിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ +2 എനിക്കൊരു ഇംഗ്ലീഷ് എന്നൊരു സബ്ജക്റ്റ് പോയപ്പം ഞാൻ ആ ഒരു ടൈമിൽ വെറുതെ ഒരുതായിട്ട് നർമ്മദയിൽ സെയിൽസിൽ കയറിയതാണ്. അതിൽ നിന്നാണ് പിന്നെ ഞാൻ സ്റ്റിച്ചിങ്ങിലേക്കും സ്റ്റിച്ചിങ് യൂണിറ്റിലേക്കും ഒക്കെ വരുന്നത്. അപ്പം ആ ഒരു കാലഘട്ടം മുതൽ ഈ ഡ്രസ്സിൻ്റെ ഇടയിൽ ജീവിക്കുകയും വളരെയും ഒക്കെ ചെയ്ത് ഡ്രസ്സിൻ്റെ ഒരു വലിയൊരു വീക്ക്നെസ്സാണ്. അപ്പം നല്ല ഡ്രസ്സ് ഇട്ട് നടന്നാൽ, അല്ലെ ഒരുങ്ങി നടന്നാൽ ചാരിറ്റിക്കാർ ഒരുങ്ങി നടക്കുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഇടയിലുണ്ട്. ഒരു വ്യക്തിത്വം ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നും ആഗ്രഹിക്കുന്നത്
നല്ലൊരു വേഷം ഇടണമെന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപയുടെ അല്ലെങ്കിൽ പോലും ഉള്ള വേഷം വൃത്തിയായിട്ട് നിഷാനു എന്ന് പറയുന്ന ഒരു ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വളരെ ഫ്ലറിഷിങ്, വളരെ ലക്ഷറിയസ് അല്ലാതെ എക്കോണമിക്കലി ആർക്കും വന്ന് കയറി അവിടെ കൊടുക്കുന്ന 1 രൂപയിൽ പോലും ഒരു അന്നദാനത്തിൻ്റെ മണമുണ്ടാവും, ഒരു വാസന ഉണ്ടാവും. എൻ്റെ ചോദ്യം, നാടൻ വിഭവങ്ങളുമായി താങ്കൾ ഒരു തട്ടുകട തുടങ്ങി, നാടൻ വിഭവങ്ങൾ. അതിനകത്ത് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ ശ്രദ്ധിച്ചത് പഴമയുടെ ആഹാര രീതികൾ. അപ്പം അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും എൻ്റെ ഒരു കൂടപ്പിറപ്പിൻ്റെ പ്രസ്ഥാനം ഇരുന്ന് കേൾക്കുന്ന ലാഘവത്തോടുകൂടിയാണ് ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടത്. എന്താണ് ഈ പഴമ, പഴയത്, പഴയ ആൾക്കാർ, പഴയതിനോടൊക്കെ എന്താണ് കുട്ടിക്ക് ഇത്രയും താല്പര്യം എന്ന് മനസ്സിലാക്കാൻ? എന്തോ എൻ്റെ ഉള്ളിൽ ഈ ഇപ്പോൾ ഒരു വീട് കണ്ടാൽ പോലും എനിക്കൊരു പഴയ മോഡൽ വീടാണ് എനിക്ക് ഇഷ്ടപ്പെടാറുള്ളത്. അപ്പം ഈ പഴമയിലേക്കൊരു തിരിച്ചുപോക്ക്, നമുക്കുള്ളത് പഴയ ചിട്ടവട്ടങ്ങളുള്ള പഴയ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന അച്ഛനമ്മമാരാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരുടെ കൂടെയുള്ള ഒരു സഹവാസം കൊണ്ടാണോ ഞാനും പഴമയെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതോ നഷ്ടപ്പെട്ടു പോയ കുട്ടിക്കാലം ഒക്കെ നമ്മുടെ എന്താണ് ഓർമ്മയിൽ വിഷമങ്ങളുള്ള ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടായിട്ടുള്ള എൻ്റെ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലെ മിക്ക കുട്ടികൾക്കും ടൂറ് പോകാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടി. പക്ഷെ എനിക്കൊന്നും പൈസ ഇല്ലായിരുന്നു, എനിക്കിത് ടൂറ് പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ആ ദിവസങ്ങളൊക്കെ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട് ഒരുപാട്. പക്ഷേ നമുക്കതൊന്നും ഒരിക്കലും എന്നാ, ഞാൻ കൂടുതലും പുറത്ത് ആളുകളെ കാണിച്ചുകൊണ്ട്, ഞാനിപ്പം ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ ഞാൻ ആളുകളെ കാണിച്ചുകൊണ്ട് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു നടക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ എൻ്റെ വിഷമങ്ങൾ കഴിയുന്ന ഉള്ളിൽ ഒതുക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഫീലായി. കാരണം ഏകദേശം പ്ലസ് ടുവിലെ മുഴുവൻ കുട്ടികളും തന്നെ പോയി, ഞങ്ങൾ 3-4 കുട്ടികൾ മാത്രമാണ് പോകാൻ പറ്റുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ കൂട്ടുകാർ, നമ്മുടെ ലൈഫിൻ്റെ അവസാന ടേണിംഗ് പോയിൻ്റാണ് നമുക്ക് കൂട്ടുകാർക്കൊപ്പമുള്ള ടൂറ്. ആ യാത്രകളൊക്കെ നമ്മുടെ മെമ്മറീസിൽ നമ്മൾ ഓർത്തേക്കേണ്ട. അതാ. അപ്പോൾ അന്നത് തീർച്ചയായിട്ടും അപ്പോൾ അന്നത് സാധിച്ചില്ല. ഇന്നെനിക്ക് അത് എല്ലാം സാധിക്കുന്ന രീതിയിൽ ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്ന് എനിക്കത് സാധിച്ചില്ല. അതുകൊണ്ടാണോ അവിടുത്തെ അച്ഛനമ്മമാർക്ക് വളരെ വൃത്തിയുള്ള വേഷങ്ങൾ അടിപൊളിയായിട്ട്, ഞാൻ കൈവശം നോക്കാൻ നേരത്ത് ഒരേ തരത്തിലുള്ള ഷർട്ടുകൾ, ഒരേ തരത്തിലുള്ള മുണ്ടുകൾ, സെറ്റ് സാരികൾ, അതേപോലെ അവർക്ക് ടൂർ അറേഞ്ച് ചെയ്യുക. തീർച്ചയായിട്ടും ഒരു വളരെ എൻകറേജിങ്ങും എൻ്റർടൈനിങ്ങുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ നിന്നും ചില സമയത്ത് കൈവിട്ടു പോകുന്നത്, നമ്മൾ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയാണ്. Dine with Nalan. Come, be my guest. വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് നളൻ. നമ്മളോട് എന്നുള്ളത് നിഷ സ്നേഹക്കൂടാണ്. കരയിപ്പിച്ചും ചിരിപ്പിച്ചും സ്നേഹിച്ചും എല്ലാമുള്ള സ്നേഹക്കൂടിൻ്റെ ഉടമസ്ഥയും സ്നേഹക്കൂടിൽ ഒരു 150ഓളം അച്ഛനമ്മമാരുടെ ഗൈഡും സപ്പോർട്ടും മകളുമായി ജീവിക്കുന്ന നിഷയിലേക്ക് വീണ്ടും വരാം. നിഷ, ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഇന്ന് ഒരുപാട് മിഷനറീസിൻ്റെ ഒരു ഭാഗമാണ് ഓരോ ഓൾഡ് ഏജ് ഹോമും ഓരോ ഓർഫനേജ് ഹോമും. അജണ്ട ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇവിടെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊരു കോൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. എന്താണ്, എങ്ങനെയാണ്, ആരാണ് താങ്കളുടെ ഗുരു? എവിടുന്നാണ് ഈ ഗുരുതുല്യമായ ചിന്താഗതികളൊക്കെ കിട്ടിയത്? ഇപ്പം ചേട്ടൻ ഈ പറഞ്ഞ വാക്കുകളിൽ തന്നെയാണത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. മറ്റാരാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ശരിയാ. അതെ, എല്ലായിടത്തും താങ്കളുടെ ചുറ്റിനും കാണുന്ന ശ്രീനാരായണ ഗുരു. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഇതുപോലൊരു കാര്യം പറഞ്ഞ ഗുരുവിനെ അല്ലാതെ ഗുരുവായിട്ട് മറ്റാരെയാണ് നമ്മൾ കണ്ടത്? അപ്പം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന വലിയൊരു സന്ദേശം ഈ ലോകത്തിനെ നൽകിയ ഗുരുദേവൻ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഗുരു. എൻ്റെ ഓരോ ചുവടുവയ്പ്പിലും എനിക്ക് താങ്ങായും തണലായും എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഗുരുവിൻ്റെ വാക്കുകളും ഗുരുവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ടായിരിക്കും അല്ലേ അത്രയും ഹാർമണിയായിട്ട്. കാരണം ഇപ്പം അവിടെ തന്നെ പ്രത്യേകിച്ച് പ്രെയർ റൂമുകളൊന്നും കാണാറില്ല, പ്രത്യേകിച്ച് ഭജനയോ ഇല്ലെങ്കിൽ പല ദൈവങ്ങളുടെ പാട്ടോ ഒന്നുമില്ല. അവിടെ ഒരു ശാന്തമായ പ്രാർത്ഥനയാണ് എപ്പോഴും കാണുന്നത്. ഇത് എപ്പോഴാണ് തീരുമാനിച്ചത് ഇവിടെ ഒരു ഗുരുദേവൻ വേണം, ഗുരുദേവന്റെ സാന്നിധ്യത്തിൽ മതി എന്നൊക്കെ? ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയ ടൈമിൽ മുതൽ ഗുരുദേവൻ്റെ ആ ഒരു ആദർശങ്ങളെ മുറുക്കെ പിടിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ.
എൻ്റെ സ്ഥാപനത്തിലൂടെ അത് പ്രവൃത്തിയിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ്. സ്നേഹക്കൂട്ടിൽ ഹിന്ദുവും ക്രിസ്ത്യനും മുസൽമാനുമുണ്ട്. എല്ലാ മതസ്ഥർക്കുമുള്ള പ്രയറുകൾ അവിടെ ചെല്ലാനും പ്രാർത്ഥിക്കാനും അവർക്ക് അവരുടെ മതത്തിൽ വിശ്വസിക്കാനും അവരുടെ പ്രാർത്ഥനകൾ ചൊല്ലാനുമുള്ളൊരു സ്വാതന്ത്ര്യം സ്നേഹക്കൂട്ടിലുണ്ട്. തീർച്ചയായിട്ടും അതിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരു ഇതേ കണക്കത്തൊരു പ്രസ്ഥാനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മാതാ അമൃതാനന്ദ അമ്മ എടുത്താൽ പോലും ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് അമ്മ ഇന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇത് കണക്കൊരു ലിവിങ് ഗോഡായിട്ടിരിക്കുന്നത്. എൻ്റെ ചോദ്യം, അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ, പ്രത്യേകിച്ച് ഒരു ലേഡിക്ക് വരുന്ന സ്ട്രഗിൾ, ഇതൊരു മകളെന്ന രീതിയിലാണ്, ഒരുപാട് അച്ഛനമ്മമാർക്കൊരു മകളെന്ന രീതിയിലാണ് ഇന്ന് എല്ലാവരും നിഷയെ കാണുന്നത്, ഒരു അനിയത്തിക്കുട്ടി ഇല്ലെങ്കിൽ ഒരു മകൾ എന്ന രീതിയിൽ. എൻ്റെ ചോദ്യം, ആ സ്ട്രഗിൾ ലൈഫിൽ നിഷയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം എന്നെ സ്നേഹക്കൂടിൻ്റെ ഒരു മകളെന്നുള്ള രീതിയിൽ പൊതുസമൂഹവും സ്നേഹക്കൂടിലെ അച്ഛനമ്മമാരുമൊക്കെ കാണുന്നു. ഇപ്പം എനിക്കിപ്പം ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് ഷോപ്പുകളുള്ളത് കൊണ്ട് ഷോപ്പിലേക്കുള്ള പർച്ചേസിങ് എല്ലാം ഞങ്ങൾ തന്നെ പോയി ഡയറക്റ്റ് ഇപ്പം ജയ്പൂർ, സൂററ്റ്, അഹമ്മദാബാദ് ഒക്കെ പോയിട്ടാണ് ഈ ഷോപ്പുകളിൽ നിന്നും സാധനങ്ങൾ നേരിട്ട് കളക്ട് ചെയ്താണ് കൊണ്ടിരുന്നത്. അപ്പം പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ എനിക്ക് മാസ്ക് വെച്ച് പുറത്തിറങ്ങേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ട്രാവലിങ്ങിലും എൻ്റെ ശാരീരികാവസ്ഥയുടെ ഒക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞാൻ ട്രാവൽ ചെയ്യുന്നത് ചിലപ്പോൾ ഫ്ലൈറ്റിലായിരിക്കും ഞാൻ അഹമ്മദാബാദിലേക്ക് പോകുന്നത്, ഞാൻ സൂററ്റിലേക്ക് പോകുന്നത് എൻ്റെ ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യാൻ. അപ്പം എന്നെ കാണുന്ന ആളുകൾ ജീവകാരുണ്യ പ്രവർത്തക, ചാരിറ്റി ചെയ്യുന്നു, അതിൽ നിന്ന് അടിച്ചെടുത്തുകൊണ്ട് പോകുന്നു, ട്രാവൽ ചെയ്യുന്നത് ഫ്ലൈറ്റിൽ, അങ്ങനെയൊക്കെ കരുതുന്ന ആളുകളുണ്ട്. പക്ഷേ എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ട്രാവൽ ചെയ്യേണ്ടി വരുന്നത്, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യേണ്ടി വരാറുണ്ട്, മാസ്ക് ധരിച്ച് നടക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എനിക്ക് ലോകം കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ട്രാവലിനോട് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ സ്നേഹക്കൂടിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ആ ആഗ്രഹങ്ങളെ എനിക്ക് ഉള്ളിലേക്ക് ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഇപ്പം ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഷോപ്പുകളിൽ നിന്നും ഞങ്ങൾക്ക് ഈ വിദേശ ട്രിപ്പുകളുടെ കൂപ്പണുകൾ കിട്ടാറുണ്ട്. നമ്മൾ ഇത്ര ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ വിദേശത്തേക്ക് പോകാനുള്ള സെന്റേഴ്സിനും. അപ്പം അതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കടകളിൽ ഇപ്പോൾ 25 ലക്ഷം രൂപയ്ക്ക് നമ്മളെ ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്താൽ ഒരു വിദേശ ട്രിപ്പ് അവർ ഓഫർ ചെയ്യാറുണ്ട്. 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് വിദേശ ട്രിപ്പ്, അല്ലെ ഗോൾഡ് കോയിൻ. എനിക്ക് വിദേശ ട്രിപ്പ് പോകാനുള്ള ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ എൻ്റെ ആഗ്രഹം ഗോൾഡ് കോയിനിലേക്ക് ഒതുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പോകുന്ന യാത്ര ഇതാണെങ്കിൽ പോലും ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ സ്നേഹക്കൂടിൽ നിന്നും അച്ഛനമ്മമാരുടെ പൈസ എടുത്ത്, അല്ലെ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് മെടിയുന്ന പൈസ എടുത്ത് ട്രാവൽ ചെയ്ത് അടിച്ചു പൊളിച്ച് നടക്കുന്നു എന്നുള്ള ആ ഒരു പഴി കേൾക്കുക എന്നുള്ളൊരു ഭയം കൊണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റി നിർത്തപ്പെട്ടു. നിഷ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിഷ 1000 കുടത്തിൻ്റെ വായടയ്ക്കാം, ഒരു മനുഷ്യൻ്റെ വായടയ്ക്കാൻ പറ്റില്ല എന്നാണ്. നിഷയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന 1,00,000 ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? സഹോദരിക്ക് ഞങ്ങൾ പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, യാത്രകൾ ചെയ്യണം, നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, നല്ല ആഹാരം കഴിക്കണം. കാരണം താൻ ചത്ത് മീൻ പിടിച്ചാൽ മീൻ തിന്നാൻ താൻ കാണില്ല എന്നാണ്. താങ്കൾക്കും താങ്കളുടെ ഹസ്ബൻഡിനും ഈ ലോകത്ത് നിങ്ങൾ പരസ്പരം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്ന ജനസേവന കാര്യങ്ങൾക്കെല്ലാം ഇന്നൊരു കയ്യടി കിട്ടും. ചില ആൾക്കാർ കൂവുന്നവർ കൂവട്ടെ, കൈയടിക്കുന്നവർ കൈയടിക്കട്ടെ. ഇനി മാസ്ക് ധരിക്കാതെ, അല്ലേ? നമ്മളെ കുട്ടിയെ ഇനി എവിടെ വെച്ച് കണ്ടാലും വന്നൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, തോളത്ത് തട്ടി സഹോദരി ഒരു വലിയ കാര്യമാണ് ചെയ്യുന്നതെന്ന് ഒന്ന് അഭിനന്ദിക്കുക, നല്ലൊരു വാക്ക് പറയുക. പ്രത്യക്ഷത്തിൽ നിന്നും പരോക്ഷത്തിലേക്ക് ഓടി മറിഞ്ഞ് ജനപ്രത്യക്ഷങ്ങളിലൊന്നും വരാതെ കൈനീട്ടി യാചിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കാതെ എൻ്റെ അച്ഛനും അമ്മമാരും എന്ന് പറഞ്ഞ് ജീവിക്കുന്ന നിഷ സ്നേഹക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഡൈൻ വിത്ത് നളൻ. Dine with Nalan. Come, be my guest.